Hi students, the next theory is quantitative theories of sex determination. That is also known as ratio theory. Is the theory which reveals the specific quantitative ratio between male determining genes and female determining genes, and a precise balance between their actions determine the sex of an organism. പറയുന്നത് എന്താന്ന് വെച്ചാല് മെയിൽ ഡിറ്റർമിൻ ജീൻസും ഫീമെയിൽ ഡിറ്റർമിൻ ജീൻസും തമ്മിൽ ഒരു റേഷ്യോ ഉണ്ടാവും, സ്പെസിഫിക്. ആ റേഷ്യോ ആണ് തീരുമാനിക്കുന്നത് ഈ സെക്സ് ഏതാവണം ഈ ഓർഗാനിസത്തിന്റെ എന്നുള്ളത് തീരുമാനിക്കുന്നത് ഈ റേഷ്യോ ആണ്. ഓക്കെ, അതാണ് ക്വാണ്ടിറ്റേറ്റീവ് തിയറീസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇതിൽ ഫസ്റ്റ് വരുന്ന ജീനിക് ബാലൻസ് തിയറി എന്ന് പറഞ്ഞ തിയറിയാണ്. ഇത് പ്രപ്പോസ് ചെയ്ത ആള് കാൽവിൻ ബ്രിഡ്ജസ് ആണ്. അത് ഡ്രോസോഫിലിയിലായിരുന്നു അയാളെ സ്റ്റഡി. അതിന്റെ ആ സ്റ്റഡിയുടെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം ഇത് ഫോർമുലേറ്റ് ചെയ്തത്. ഓക്കെ, ദാറ്റ് ഈസ് ഇത് പറയുന്നത് ഇറ്റ് ഈസ് എ കൺസെപ്റ്റ് ദാറ്റ് ബോത്ത് ഓട്ടോസോംസ് ആൻഡ് സെക്സ് ക്രോമസോംസ് ഹാവ് ആൻ ഈക്വൽ ഷെയർ ഇൻ സെക്സ് ഡിറ്റർമിനേഷൻ. നമ്മൾ പറഞ്ഞിരുന്നു ഇതുവരെ സെക്സ് ഡിറ്റർമിൻ ചെയ്യാൻ സെക്സ് ക്രോമസോംസ് ആണ് ഉള്ളത് എന്നുള്ളത്. പക്ഷെ ഇൻ ദ കേസ് ഓഫ് ഡ്രോസോഫില ഓട്ടോസോംസിനും സെക്സ് ക്രോമസോംസിനും ഈക്വൽ എന്താ പറയുക ഷെയർ ആണ് ഉള്ളത് എന്നാണ് പറയുന്നത്. അതായത് ഓട്ടോസോംസ് ക്യാരി ജീൻസ് ഫോർ മെയിൽനെസ് ആൻഡ് ദ എക്സ് ക്രോമസോം ക്യാരി ജീൻസ് ഫോർ ഫീമെയിൽനെസ്. ഓട്ടോസോംസ് ആണ് എന്ത് ചെയ്യുന്നത്, മെയിൽനെസ്സിനുള്ള ജീന് ക്യാരി ചെയ്യുന്നത്. ആ സമയം എക്സ് ക്രോമസോംസ് ആണ് ഫീമെയിൽ ആവാനുള്ള ജീനുകൾ ക്യാരി ചെയ്യുന്നത്. ബട്ട് ഇൻ ദ കേസ് ഓഫ് ഡ്രോസോഫില വൈ ക്രോമസോംസ് ഹാസ് നോ റോൾ ഇൻ ദ സെക്സ് ഡിറ്റർമിനേഷൻ. ഓക്കെ, വൈക്ക് യാതൊരുവിധ പങ്കും ഇല്ല എന്നാണ് പറയുന്നത്. ഇനി all sexual organisms have an inherent attribute of both sex. എല്ലാ സെക്സ് ആയിട്ടുള്ള ഓർഗാനിസത്തിനും ഏത് സെക്സ് രണ്ട് സെക്സിലോട്ട് പോവാനുള്ള എന്തുണ്ട്, ഒരു ടെൻഡൻസി ഉണ്ട്. അതില് ഇവിടെ പറയുന്നത് സ്പെസിഫിക് റേഷ്യോ ബിറ്റ്വീൻ ദ എമൗണ്ട് ഓഫ് മെയിൽ ഡിറ്റർമിൻ, അതായത് ഓട്ടോസോമൽ ആയിട്ടുള്ള ജീനുകളുടെ ഒരു അളവുണ്ടായിരിക്കും. ഓക്കെ, അതുപോലെ തന്നെ എക്സ് ക്രോമസോംസിന്റെ അളവുണ്ടായിരിക്കും. ഈ രണ്ട് ജീനുകളുടെയും റേഷ്യോകളാണ് തീരുമാനിക്കുന്നത് അത് എന്താണ്, സെക്സ് ഓഫ് ആൻ ഇൻഡിവിജ്വൽ. ഓട്ടോസോംസ് എത്രയുണ്ട്, എക്സ് ക്രോമസോംസ് എത്രയുണ്ട്, അത് തമ്മിലുള്ള റേഷ്യോ ആണ് ഡിറ്റർമിൻ ചെയ്യുന്നത് എന്ത്, ഈ ഏത് ഇൻഡിവിജ്വൽ ആവണമെന്ന് തീരുമാനിക്കുന്നത്. ഇൻ അതർ വേർഡ്സ് എ preponderance of one kind of genes over the other in quantity and the intensity of the action determine the sex. ഏതാണോ ഒന്നിന്റെ മുകളിൽ അതിന്റെ ഇന്റൻസിറ്റി കാണിക്കുന്നത് ആ ജീനായിരിക്കും എന്താണ്, ആ ഒരു സെക്സ് ആയിരിക്കും കാണിക്കുക. ഏത് ജീനിന്റെ ആണ് അതിന്റെ ഇന്റൻസിറ്റി കൂടുതൽ അതിനനുസരിച്ച്. ഓക്കെ, ഇനി നോക്കൂ, ഇഫ് മെയിൽ ഡിറ്റർമിൻ ജീൻസ് ഹാവ് എ പ്രീഡോമിനൻസ് ഓവർ ഫീമെയിൽ ഡിറ്റർമിൻ ജീൻസ് in their quantity and intensity of action. മെയിൽ ഡിറ്റർമിൻ ചെയ്യുന്ന ജീൻ, അതായത് ഓട്ടോസോംസ് ആണ് കൂടുതൽ ഫീമെയിൽ ഡിറ്റർമിൻ ചെയ്യുന്ന ജീനിനെക്കാളും. അപ്പൊ എന്താണ്, ഇൻഡിവിജ്വൽ വിൽ ബി ദ മെയിൽ. If female determined genes are the predominance over the male determined gene, then the individual will be the female. Thus 2a plus XO or 2a plus XY individuals are males. Okay, then because the female tendency of a single X chromosome is not sufficient to override the double dose of the male determine located in the diploid set of the autosomes. അതായത് ഇവിടെ 2a plus XX ആണ് വരുന്നത്. ഇങ്ങനെ ആവുമ്പോൾ 2x ഉണ്ട്. അപ്പോ എന്താണ്, ഇത് ഫീമെയിൽ ആവാനുള്ള സാധ്യതയാണുള്ളത്. ആ സമയം XYയും XO ഒക്കെ വരുന്നെങ്കിൽ എന്താണ്, ഇവിടെ ഒരു X ഉള്ളൂ. അതുകൊണ്ട് എന്താണ്, ഇതിന് മെയിൽ ആവാനുള്ള ടെൻഡൻസിയാണ് കൂടുതൽ ഉള്ളത് എന്നാണ് പറയുന്നത്. Then പിന്നെ പറയുന്നത് because the double dose of female tendency resident into the 2X chromosome can suppress or mask the male tendency of the diploid set of autosomes. ഈ ഓട്ടോസോം എന്ന് പറയുന്നത് 2A എന്ന് പറഞ്ഞ ഡിപ്ലോയിഡ് സെറ്റ് 2A, ഇതിന് മറക്കാനുള്ള കഴിവ് ആർക്കുണ്ട്, 2X ക്രോമസോംസ് ഉള്ളത്. സാധാരണ നമ്മൾ പറഞ്ഞു ഇപ്പൊ എന്താണ്, ഓട്ടോസോംസിനുള്ള ടെൻഡൻസി ഡ്രോസോഫിലിയിൽ എന്താണ്, മെയിൽ ആവാനുള്ള ടെൻഡൻസിയാണ്. അപ്പൊ ഈ രണ്ട് സെറ്റിനെയും കൂടി 2X വരുമ്പോ അതിനെ മറക്കാനുള്ള ഇന്റൻസിറ്റി കൂടുതൽ ഈ ഡബിൾ എക്സിനാണ്. അതുകൊണ്ട് ഇത് ഫീമെയിൽ ആവും. ബട്ട് ഇൻ ദ കേസ്
ഹിയർ എന്താണ് ഈ ഇവിടെ XY ആണ്, ഒരു X ഉള്ളൂ. അപ്പൊ ഇതിനെ ഈ രണ്ട് ഓട്ടോസോംസിനെ മറക്കാനുള്ള കഴിവില്ലാത്തത് കൊണ്ട് ഇവിടെ മെയിൽ ആവും. ഇവിടെ അങ്ങനെ തന്നെയാണ് ആവുന്നത്. അത് മാസ്ക് ചെയ്യും. എന്ത് ചെയ്യേ ഇവിടെ ഈ X ക്രോമസോം ഇതിനെ മാസ്ക് ചെയ്യും എന്നാണ് പറയുന്നത്. A quantitative ratio between autosomal and sex chromosome genes determine the sex. അതാണ് ഇവിടെ ചെയ്യുന്നത്. ഓട്ടോസോമിന്റെയും സെക്സ് ക്രോമസോമിന്റെയും ജീനുകളുടെ റേഷ്യോ ആണ് സെക്സ് തീരുമാനിക്കുന്നത് ഇവിടെ. ഓക്കെ, ഇനി the intensity of the action of the genes of maleness and femaleness is balanced in such a that an individual becomes a female when the number of X chromosome is equal to the number of haploid set, autosome set. Okay, similarly an individual become a male when the number of sex chromosome is just half the number of the haploid autosome set. Therefore the sex of an individual appears to be determined by the ratio between the number of X chromosomes and number of ഓട്ടോസോംസ്. അപ്പൊ ഇവിടെ ഒന്ന് മാത്രം പഠിച്ചു വെക്കുക, സെക്സ് ഇൻഡെക്സ് കാണാൻ നമ്പർ ഓഫ് എക്സ് ക്രോമസോം ബൈ നമ്പർ ഓഫ് ഹാപ്ലോയിഡ് സെറ്റ് ഓഫ് ഓട്ടോസോംസ്. ഇൻ ദ കേസ് ഓഫ് ഡ്രോസോഫിലയാണ് കേട്ടോ പറയുന്നത്. അപ്പൊ ഡ്രോസോഫിലന്റെ നമുക്ക് പ്രോബ്ലം ഒക്കെ തരികയാണെങ്കിൽ എന്താണ്, ഒരു പണിയില്ല, എത്ര എക്സ് ക്രോമസോം ഉണ്ട് നോക്കുക, അതില് എത്ര ഹാപ്ലോയിഡ് സെറ്റ് ഉണ്ട് നോക്കുക. ഓക്കെ, അപ്പൊ ഹാപ്ലോയിഡ് സെറ്റ് എത്രയാണോ അതിനനുസരിച്ച് എന്നിട്ട് ആ റേഷ്യോ കിട്ടും. അത് വെച്ചിട്ടാണ് നമ്മൾ ഏതാണ് സെക്സ് എന്ന് തീരുമാനിക്കുക. ഓക്കെ, ഈ ഇക്വേഷൻ